എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള വചനഭാഗമാണ്. പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം അവന് വസിക്കുവാനായി മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി. ദൈവം ആ തോട്ടമുണ്ടാക്കിയത് കിഴക്ക് ഏദനിലാണ് എന്ന് 8-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. കിഴക്ക് ഏദനിൽ അഥവാ മോശെ ഈ പുസ്തകം എഴുതുന്ന സ്ഥലത്തിന് കിഴക്കുള്ള പ്രദേശത്ത് കനാൻ പ്രദേശത്തിലേക്കുള്ള യാത്രയിലായിരുന്നു മോശയും സംഘവും. ഒരുപക്ഷെ ഈ പുസ്തകം എഴുതിയത് ആ യാത്രയിലായിരുന്നിരിക്കണം. അങ്ങനെ കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുന്ന മോശ വീണ്ടും കിഴക്കോട്ട് നോക്കിയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഏദൻ എന്ന സമതല പ്രദേശം, ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമഭൂമി എന്നാണ്. ആ സമതല പ്രദേശത്ത് ദൈവം അതിമനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി. എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും മനോഹരമായ പൂക്കളുമൊക്കെ ദൈവം അവിടെ ക്രമീകരിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. ആ തോട്ടത്തെ നനയ്ക്കുവാനായി 4 നദികളും ഉണ്ടായിരുന്നു. ഭാവനയിൽ കണ്ടാൽ അതിമനോഹരമായ ഒരു പ്രദേശം. ആ നദികളുടെയൊക്കെ പേര് നോക്കുമ്പോൾ ഫ്രാത്തിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫ്രാത്ത് എന്നത് ഇന്നത്തെ യൂഫ്രട്ടീസ് നദിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് ആയിരിക്കണം. അങ്ങനെ ദൈവം ഏറ്റവും മനോഹരമായ ഒരു തോട്ടം അവിടെ ഉണ്ടാക്കിയതിന് ശേഷം മനുഷ്യനെ ആ തോട്ടത്തിൽ ആക്കി. ഇവിടെ നമ്മൾ എടുത്ത് പറയുന്ന ഒരു വിഷയം, ദൈവമുണ്ടാക്കിയ ആ തോട്ടത്തിൽ സകലവിധ മരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ മരങ്ങളുടെ കൂട്ടത്തിൽ 2 പ്രത്യേക തരം മരങ്ങളും ദൈവം സൃഷ്ടിച്ചിരുന്നു. ഒന്ന് ജീവൻ്റെ വൃക്ഷം, 2 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഈ 2 മരങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന വ്യക്തി മരണമില്ലാതെ എന്നേക്കും ജീവിക്കുന്ന അവസ്ഥയിൽ സ്ഥിരപ്പെടും. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് കഴിക്കുന്നതെങ്കിൽ ആ വ്യക്തി മരിക്കും എന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം കഴിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം ആദമിനോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാണ് ഇങ്ങനെയൊരു മരം ആ തോട്ടത്തിൻ്റെ നടുവിൽ വെച്ച് പിടിപ്പിച്ചത്? ആ മരം ഉള്ളതുകൊണ്ടായിരുന്നില്ലേ ഇത്രമാത്രം പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായത്? മനുഷ്യൻ പാപം ചെയ്യുവാൻ ഇടയായിത്തീർന്നത് ആ മരമില്ലായിരുന്നെങ്കിൽ എത്ര സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു? ഇതൊക്കെ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ചിലർ ചിന്തിക്കും, ഈ തിന്മകളുടെ എല്ലാം ഉറവിടം ദൈവം തന്നെയാണ്. ദൈവം ആ മരം സൃഷ്ടിച്ചതാണ് പ്രശ്നത്തിന് കാരണമെങ്കിൽ ദൈവമല്ലേ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്, സംശയിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അഥവാ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവനായി, സ്വന്തം വ്യക്തിത്വമുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ മനഃപൂർവ്വമായി സ്നേഹിക്കുകയും സ്വമേധ അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അല്ലെങ്കിൽ ഒരു യന്ത്ര മനുഷ്യനെ പോലെ സ്നേഹിക്കുവാൻ മാത്രം കഴിവുള്ള, അനുസരിക്കുവാൻ മാത്രം കഴിവുള്ള രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ സ്നേഹത്തിന് യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. നമ്മളൊരു യന്ത്രം വാങ്ങിയിട്ട് ആ യന്ത്രം നമ്മൾ പറയുന്നതൊക്കെ ചെയ്യും എന്നിരുന്നാൽ പോലും ഒരിക്കലും ആ യന്ത്രത്തിന് നമ്മോട് സ്നേഹമുണ്ടാവുകയില്ല, നമുക്ക് ആ യന്ത്രത്തോടും സ്നേഹമുണ്ടാവുകയില്ല. ആ യന്ത്രത്തെ നാം ഉപയോഗിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആ ആഴം നമ്മൾ കാണുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തു. ആ കഴിവ് ഉപയോഗിച്ച് മനഃപൂർവ്വമായി നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര സന്തോഷകരമായ അനുഭവമാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള മക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവർക്ക് വേണമെങ്കിൽ നമ്മെ വെറുക്കാം, വേണമെങ്കിൽ നമ്മെ സ്നേഹിക്കാം. അങ്ങനെ 2 തീരുമാനങ്ങൾക്കും കഴിവുള്ള വ്യക്തി സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോഴാണ്
ആ സ്നേഹത്തിന് അർത്ഥമുള്ളൂ. പ്രിയമുള്ളവരെ, മനുഷ്യനെ ചിന്തിക്കുവാൻ കഴിവുള്ളവനായി, തീരുമാന ശേഷിയുള്ളവനായി സൃഷ്ടിച്ച ദൈവം ആ തീരുമാന ശേഷി ഉപയോഗിക്കുവാൻ അവസരവും ആ തോട്ടത്തിൽ സൃഷ്ടിച്ചു വെച്ചു എന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഉപയോഗിക്കാനുള്ള അവസരവും തീർച്ചയായിട്ടും വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കഴിവ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുവാനുള്ള കഴിവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തീരുമാനമെടുക്കുവാൻ, തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള അവസരവും സാധ്യതയും ദൈവം ആ തോട്ടത്തിൽ വെച്ചു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നന്മ തിരഞ്ഞെടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. കാരണം ദൈവം ആ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ നമുക്ക് കുറ്റക്കാരനായി കാണാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. 99 മരങ്ങൾ, ഉദാഹരണമായി പറഞ്ഞാൽ 99 നല്ല ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ, ഏതും കഴിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ ആ ഒരെണ്ണം മാത്രം വിലക്കപ്പെട്ട കനിയുമായി നിൽക്കുമ്പോൾ മനുഷ്യന് ഈ ഒരു മരത്തിൻ്റെ ഫലം പറിച്ചു കഴിക്കേണ്ട യാതൊരു ആവശ്യവും അനിവാര്യതയും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ആ കഴിവ് ദുർവിനിയോഗം ചെയ്യുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമായിരുന്നു: തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ജഡത്തിൻ്റെ താല്പര്യത്തിൻ്റെ പിന്നാലെ പോയി ആ ഫലം കഴിക്കാനാണ് മനുഷ്യൻ തീരുമാനിച്ചത്. അങ്ങനെ അവൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുള്ളവനായി തീർന്നു. ഈ നന്മതിന്മകളെക്കുറിച്ച് അറിവുള്ളവനായി തീരുന്നത് നല്ലതല്ലേ? പിന്നെ എന്തിനാണ് ദൈവം അതിനെ ഒരു കുറ്റമായിട്ട് കണ്ടത്? അവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നന്മ തിന്മകളെ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് അതിൽ നിന്ന് അറിയണം എന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഈ പഴം പറിച്ചു തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? നന്മയും തിന്മയും അനുഭവത്തിലൂടെ തിരിച്ചറിയുവാനായിട്ട് മനുഷ്യന് ഇടയായി തീർന്നു. അത് അപകടം പിടിച്ച ഒരറിവാണ്. നാം ഇപ്പോൾ ഒരു പാത്രത്തിൽ വിഷം വെച്ചിട്ട് ഈ വിഷം കഴിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിയുടെ വാക്കിനെ വിശ്വസിച്ച് അത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ വ്യക്തിയുടെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ സ്വയം അനുഭവിച്ച് അതിൻ്റെ വിഷത്തിൻ്റെ വീര്യം അറിയാം എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഭോഷത്വം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും സംഭവിച്ചത് അത് തന്നെയാണ്. നന്മയും തിന്മയും ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ അവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവനും നന്മയും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വരുന്ന തിരഞ്ഞെടുപ്പുകളുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളിൽ ജീവനും നന്മയും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മരണവും ദോഷവും ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി കഷ്ടതകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മരണവും ദോഷവും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ്. ആദമിനെ പോലെ നമുക്ക് നന്മയും ജീവനും തിരഞ്ഞെടുക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.